ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യം ഈ റൈസ് നല്ലപോലെ വാഷ് ചെയ്യണം. എന്നിട്ട് 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ റൈസ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം. റൈസ് സോക്ക് ചെയ്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൽ ഇട്ട് കൊടുക്കാനുള്ള സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ഗ്രാമ്പു, 4 ഏലക്കായ, അതുപോലെ തന്നെ 3 കറുവപ്പട്ട, ഒരു തക്കോല, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഈ ഓയിലും അപ്പം നെയ്യിലും കിടന്നിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കും. ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സവാള ഒന്ന് വാടി വരുന്ന വരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റോളം ഇത് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജീരകശാല അരിക്ക് വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയണത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് മെഷർമെൻ്റ് കപ്പ് കൊണ്ട് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 3 കപ്പ് വെള്ളമാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഒന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് വെന്ത് വരുമ്പോൾ കറക്റ്റായി വരുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം മുന്നിട്ട് നിൽക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ. കുറവുണ്ടെങ്കിൽ നമുക്ക് അതിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കും ചെയ്യാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് തന്നെയാണ്. ഒന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ്. 3 കപ്പ് തിളച്ച വെള്ളമാണ്. ആ റൈസ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പുമ്മ വെച്ചതാണ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ പെട്ടെന്ന് ഇത് തിള വന്നിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാ പച്ചവെള്ളമാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തിളച്ച് വരുന്ന ഒരു വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു മാത്രം. ഇത് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. നല്ല എയർ ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇടിക്കലില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ഇതിങ്ങനെ കിടന്നിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. 15 മിനിറ്റ് ഇതിങ്ങനെ അടഞ്ഞിരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ.
ഇതിൻ്റെ മൂടി തുറക്കുമ്പോഴേ പെട്ടെന്ന് നമ്മൾ തുറന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ മൂടിയും ഇങ്ങനെ വെള്ളം ഈർപ്പം വന്നിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ നനവ് കൂടും. അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തുറന്ന് മൂടി മാറ്റി വെച്ചോളൂ. അപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമാണ് കേട്ടോ വേവ്. അപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടണമെങ്കിൽ കറക്റ്റ് അളവിന് വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിലുള്ള ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്കായ അതൊക്കെ ഇല്ലേ നമ്മൾ ഇട്ടെടുത്തിട്ടില്ല, അതൊക്കെ ഞാൻ പറക്കിയെടുക്കുകയാണ്. ഈ ഏലക്കായും ഗ്രാമ്പും അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ കറുവപ്പട്ട, അതൊക്കെ മാറ്റണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും കഴിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാനും അറിയാണ്ട് അത് കടിച്ചു കഴിഞ്ഞാൽ കഴിച്ച ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് മാറ്റുന്നത് കേട്ടോ. ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. സാധാരണ എല്ലാം ഇതുപോലെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ കിട്ടാത്തത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ വേവെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി നെയ്ച്ചോറിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നെയ്ച്ചോറ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. നെയ്ച്ചോറിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയോ മുട്ടക്കറിയോ അതുപോലെ തന്നെ വെജ് കുറുമയോ എല്ലാം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.